പ്രശ്നമൊന്നുമില്ല സേതു. ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. ചെറുതായിട്ടൊന്ന് മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അതിന്റെ ആശങ്കയൊന്നും എവിടെയും കാണാനില്ല. ഒന്ന് രണ്ട് കുഞ്ഞു കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ഒരാൾ കുറച്ച് നേരമായിട്ട് ഇവിടേക്ക് കറങ്ങി കിടപ്പുണ്ട്. ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് ബോറടിക്കും, പക്ഷെ ആൾ ആക്റ്റീവാണ്. പേരെന്താ കുഞ്ഞിയുടെ? നല്ല പേരാണല്ലോ. അമ്മയുടെ കൂടെ വന്നോ? പൊങ്കാലെടുത്തില്ലേ? പൊങ്കാലയ്ക്ക് എന്തൊക്കെയുള്ള അറിയോ? പറഞ്ഞു തരുമോ അതൊക്കെ? ഇപ്പൊ ഇവിടുന്ന് പറയുന്ന കേട്ടല്ലോ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അറിയോ? എപ്പോ വന്നു ഇവിടെ? രാത്രി. എവിടുന്നാ വന്നേ? കാലടി വന്നല്ലേ? 5:30 എത്തിയപ്പോ. ഇന്ന് രാവിലെ 5:30. എല്ലാ വർഷവും ഇവിടെ തന്നെ ഇടുന്നത്. പേരെന്താ? സഞ്ജീവനി. നല്ല പേരാ. പാട്ട് പാടുവോ? പാടുവോ? പാട്ട് പാടിക്കേ. ആര് പറഞ്ഞു ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം കൂടെ ആക്കാൻ ഇഷ്ടം. കാത്തു ഫാനാ കേട്ടോ. എല്ലാവരുടെയും കൂട്ടുകാരെ കുഞ്ഞി കാത്തു ഫാനാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനോഹരമായ കാഴ്ച ഒരുപാട് നമുക്ക് കാണാൻ പറ്റും സേതു. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടായിരുന്നു ബാലികമാരെ എല്ലാവരും മനോഹരമായി ഒരുക്കി താലപ്പൊലിക്ക് വേണ്ടിയിട്ട് പോകുന്ന കുട്ടികളാണ്. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഈ പ്രദേശത്ത് തന്നെ തിരക്കിനൊരു മാറ്റവും ഇല്ല. തെക്കേനടയിൽ നിന്ന് ഈ രീതിയിൽ അമ്മയെ കണ്ട് തൊഴുത് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാർ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ക്യൂ ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ അത് ഒരുവിധം ഒന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനി കൃത്യമായിട്ടുള്ള ചടങ്ങുകളിലേക്കെല്ലാം കടക്കാൻ പോവുകയാണ്. എല്ലാവർക്കും പൊങ്കാലയുടെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയും ഇങ്ങനെ അടുപ്പിൽ കലമൊക്കെ നിർത്തി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം തന്നെ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ മണ്ടപ്പുറ്റായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന കാഴ്ചകളും ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഗൗരീവന്ദനം എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അതിന് മുന്നിലായിട്ട് പൊങ്കാല സമർപ്പിക്കുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ചിലവരെയൊക്കെ ചോദിക്കുന്നുണ്ട്, തടി ചിപ്പി ഇല്ലാതെ എന്ത് ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ. ചിപ്പി ചേച്ചിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവരെല്ലാം ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് മാത്രമായിട്ട് പൊങ്കാല നടക്കുന്നുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇവിടെ തുടങ്ങിയിട്ടുമുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെയാണ് 10 മണിയോടുകൂടി ശുദ്ധിപൂർണ്ണാഹം. അതിനുശേഷം പിന്നെ 10:00 അടുപ്പുവെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ പാണ്ഡ്യരാജാവിൻ്റെ വധം തോറ്റമ്പാട്ട് പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും എല്ലായിടത്തും ആറ്റുകാൽ, തിരുവനന്തപുരം, എല്ലാ നഗരപരിധി എല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരി അനന്തപുരം ഒരു യാഗശാലയായി മാറുന്ന ഒരു കാഴ്ച അതായിരിക്കും കാണാൻ സാധിക്കുക. തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സിധു, മഴ ചാറുന്നുണ്ട് കേട്ടോ. അല്പം ഒന്ന് മാറി നിൽക്കാം എന്ന് തോന്നുന്നുണ്ട്.